സംവരണം എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും വളരെ നിർണായകമായ ഒന്നാണ്. ഒരു കാലത്ത് BJP-യുടെ വരവിനെ തടഞ്ഞത് മണ്ഡൽ കമ്മീഷനാണ് എന്ന് നമുക്കറിയാം. കമണ്ഡലുമായി വന്ന BJP-യെ മണ്ഡൽ കൊണ്ട് നേരിട്ട അനുഭവം നമ്മൾ പറയാറുണ്ട് 90-കളുടെ ഘട്ടത്തിൽ. അതായത് VP സിംഗ് ഒക്കെ പ്രധാനമന്ത്രിയാവുന്ന ഘട്ടത്തിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ പിന്നീട് നാം കാണുന്നത് BJP അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തിന്റെ നിലപാടിലേക്ക് വിവിധ ജാതി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാല ഹിന്ദു എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരാനൊരു ശ്രമം നടത്തി. പക്ഷെ ഇന്ത്യയിൽ ഒരു കാര്യം സത്യമാണ്, മതത്തെക്കാളൊക്കെ മനുഷ്യൻ അനുഭവപ്പെടുന്നത് ജാതിയാണ് എന്നതാണ് പ്രധാനം. മതം ഒരു പക്ഷേ നമ്മൾ വീട്ടിന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ ജാതി വീട്ടിനകത്ത് തന്നെയുണ്ട്, അല്ലെങ്കിൽ ചെറിയ സമൂഹത്തിനകത്ത് തന്നെ ജാതി വളരെ ശക്തമാണ്. നമ്മുടെ ജീവിത ബന്ധങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ ഒക്കെ മതത്തെക്കാൾ കൂടുതൽ ജാതിയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് പ്രശ്നമുള്ളത്. ആ ജാതി, അതും ജാതിയുടെ അടിസ്ഥാനത്തിൽ അനേക സഹസ്രാബ്ദങ്ങളായി അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ, സംവരണം, അതുപോലെ അവരുടെ പരിരക്ഷണം ഒക്കെ ഡോക്ടർ അംബേദ്കറെ പോലെ ഒരാൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തത് ഈ സത്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. അത് കൂടുതൽ കൂടുതൽ വിപുലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മണ്ഡൽ കമ്മീഷൻ വരുമ്പോൾ തീർച്ചയായും പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടണം എന്നുള്ളത് വരുന്നു. ഇപ്പൊ തന്നെ ജാതി സെൻസസ് എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. UP-യിലും മറ്റു പലയിടങ്ങളിലും BJP-ക്ക് വൻ തോതിൽ കാലിടറിയത് ഈ ജാതി സെൻസസും ആയി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലാണ്. ജാതി സെൻസസ് മുമ്പ് പലരും അംഗീകരിക്കാതിരുന്നു. പക്ഷെ 2018-ൽ ഇതേ BJP പാർലമെന്റിൽ പറഞ്ഞ ജാതി സെൻസസ് നടപ്പാക്കും എന്നാണ്. പക്ഷെ പിന്നെ പെട്ടെന്ന് അവർ മാറ്റി. കാരണം സവർണ ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. ജാതി സെൻസസ് നടപ്പാക്കി എന്താ കുഴപ്പം? ജാതി സെൻസസ് നടപ്പാക്കിയാൽ ഇവിടുത്തെ ഓരോ പദവിയിലും ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് അധികാരമുള്ളത്, IAS-ൽ എത്ര ഓരോ ജാതിയിലും പെട്ടവരുണ്ട്, അത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും ഏറ്റവും അവഗണിക്കപ്പെട്ട ജാതിയിലുള്ള ആളുകൾ കുറവാണ്, സവർണരായ ആളുകൾ കൂടുതലാണ് എന്ന്. അത് കേരളത്തിലൊക്കെ അതിന്റെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കും നമ്മൾ പോകേണ്ട കാര്യമില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരിൽ തന്നെ പലരും വേണ്ട രീതിയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല, ചിലർ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായും OBC വിഭാഗത്തിൽ ആരൊക്കെ വരണം, പട്ടികജാതി വിഭാഗത്തിൽ ആരൊക്കെ വരണം, പട്ടികവർഗ വിഭാഗത്തിൽ ആരൊക്കെ വരണം തുടങ്ങിയ വലിയ ചർച്ചകൾ ഓരോ പ്രദേശത്തുമുണ്ട്. ഇപ്പൊ മറാഠ സംവരണവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJP മുന്നണിക്ക് NDA-ക്ക് വലിയ തിരിച്ചടി നേരിട്ടത് എന്ന് പറയുന്നത്. മറാഠയുടെ വക്താക്കളാണ് ശരത് പവാറും ശിവസേനയുടെ നേതാവടക്കം. അപ്പോൾ ആ അർത്ഥത്തിൽ സംവരണം വീണ്ടും 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 വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പട്ടികജാതി വിഭാഗത്തിലേക്ക് ചില വിഭാഗങ്ങളെ കൂട്ടണം എന്ന ആവശ്യം വ്യാപകമായി അവരെ ഒരുപക്ഷെ അന്ന് കണക്കിലെടുത്തപ്പോൾ തെറ്റിപ്പോയതാവാം. അങ്ങനെയാണെങ്കിൽ അവരെ കൂടി കൂട്ടണം എന്ന രൂപത്തിൽ ചില ചർച്ചകൾ വരുന്നുണ്ട്. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് എനിക്ക് അറിയില്ല, ഓരോ ജാതിയെക്കുറിച്ചും ചേർക്കണോ വേണ്ടോ എന്നുള്ളത്. അവിടെയാണ് ജാതി സെൻസസിന്റെ പ്രസക്തി വരുന്നത്. ജാതി സെൻസസ് നടപ്പാക്കിയാൽ ഓരോ ജാതിക്കും ഇപ്പോൾ ഇവിടുത്തെ ഭരണത്തിൽ, അതിൽ ഉദ്യോഗസ്ഥരിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെയുള്ള സ്ഥാനം നമുക്ക് പിടികിട്ടുമല്ലോ. ജോലി, പഠനം ഒക്കെ കിട്ടും. കോളേജ് വിദ്യാർത്ഥികളുടെ എണ്ണം ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ വന്നാൽ അത് വെച്ച് അതിൽ തെറ്റുണ്ടെങ്കിൽ, ഇതുവരെ തുടർന്ന സംവരണത്തിൽ ഇപ്പോൾ സംവരണം തെറ്റാണെന്ന് വാദിക്കുന്നവർക്കാണ് ജാതി സെൻസസ് ഏറ്റവും അത്യാവശ്യമുള്ളത്. കാരണം എന്താ, സംവരണം കൊണ്ട് താഴ്ന്ന വിഭാഗക്കാർ ഒരുപാട് നേടിപ്പോയി എന്നാണ് സംവരണ വിരുദ്ധർ ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് ജാതി സെൻസസ് നടപ്പാക്കുമ്പോൾ അത് പരിഹരിക്കാമല്ലോ. സവർണ വിഭാഗങ്ങൾക്കാണ് കുറവ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്ന ആളുകൾക്ക് അവരാണ് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത്. അവർ സത്യസന്ധമായാണ് പറയുന്നതെങ്കിൽ. പക്ഷെ അവർ സത്യസന്ധമായി അല്ല പറയുന്നത്. കാരണം അവർക്കുള്ള അധികാരം പോകാതിരിക്കാനാണ് ജാതി സെൻസസിനെ എതിർക്കുന്നത്. ജാതി സെൻസസ് നടപ്പാക്കുകയും വിവിധ ജാതികൾ അവരുടെ സാമൂഹ്യമായ പദവി, ഔദ്യോഗികമായ പദവി, സാമ്പത്തികമായ പദവി ഇതെല്ലാം പരിഗണിച്ച് വിദ്യാഭ്യാസം, സാംസ്കാരികം എല്ലാം എടുക്കും. അങ്ങനെ വരുമ്പോൾ അവരെവിടെ നിൽക്കുന്നു എന്നറിയാം. അതിന് BJP ഒരിക്കലും സമ്മതിക്കില്ല. ഇതാണ് NDA-ക്കകത്തെ വലിയ സംഘർഷത്തിന് കാരണമാകുന്നത്. NDA രൂപീകരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വലിയ തോതിലുള്ള സംഘർഷം, സംവരണം പോലെയുള്ള വിഷയം ഇവരിൽ ഉണ്ടാക്കും. ഉദാഹരണത്തിന് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം വേണം എന്നാവശ്യപ്പെടുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡുവിന്റെയും അതുപോലെ OBC സംവരണത്തിന്റെ മണ്ഡൽ കമ്മീഷന്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു ആണ് നമ്മുടെ നിതീഷ് കുമാർ. ഇവർ രണ്ടുപേരുടെയും പിന്തുണയോടെ മാത്രമാണ് മോഡി അധികാരത്തിലിരിക്കുന്നത്. എന്നാൽ ജാതി സെൻസസ് വേണ്ട എന്നും സംവരണത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് സവർണരെ കൂടെ നിർത്താൻ മോഡി ശ്രമിക്കുമ്പോൾ അതിന് മറുവശത്ത് BJP-ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. കാരണം സംവരണം, ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയമായി കൂടുതൽ കൂടുതൽ ചർച്ചയിലേക്ക് വരുമ്പോൾ തീർച്ചയായും BJP
ഡിഫെൻസീവിലാവും. അവരുടെ മുന്നണിക്കകത്തെ സംഘർഷങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കണ്ടത്.